കണ്ടന്റിലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകുന്ന സമയത്താണ്. അല്ല, ആക്ച്വലി നമ്മുടെ കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിൽ ഇപ്പോൾ എന്ത് മങ്ങടിയാണ് നടക്കുന്നത്? സീരിയസ്ലി, ഐ ഡോണ്ട് ഗെറ്റിംഗ് എനിത്തിങ്. കേരളത്തിൽ ഇപ്പോൾ മൊട്ടയായ അൻവിൻ ജോസിനെ എക്സ്പോസ് ചെയ്യുന്നു. അതും UK ഇരിക്കുന്ന അൻവിൻ ജോസിനെ കേരളത്തിലുള്ളവർ എക്സ്പോസ് ചെയ്യുന്നു. ആരാണ് അൻവിൻ ജോസ്? അതിനകത്ത് കുറച്ച് പേര് കാണുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ല. ആരാണ് ഈ അൻവിൻ ജോസ്? അൻവിൻ ജോസ് ആരാണ്? എന്താണ്? എവിടെയാണുള്ള അൻവിൻ ജോസ് എന്ന് പറയുന്നത് UK താമസിക്കുന്ന NRI ആയിട്ടുള്ള ഒരു മൾട്ടി ബില്യണയർ ബിസിനസ് മാൻ ആണ്. ഹൂ ഈസ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ബില്യണയർ ബിസിനസ് മാൻ. ഇപ്പോഴും കറന്റ് ബിസിനസ്സുകൾ ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്ന മൊട്ടയായിട്ടുള്ളൊരു മൾട്ടി ബില്യണയർ ബിസിനസ് മാൻ ഈസ് അൻവിൻ ജോസ്. ജോസ് ആണോ ജോസഫ് ആണോ? എനിവേ, അൻവിൻ എ വൈഡ് റേഞ്ച് ഓഫ് വിരലിലെണ്ണാൻ പറ്റാത്ത 21ഓളം കാറുകൾ ഉള്ള വളരെ ലക്ഷറീസ് ആയിട്ടുള്ളതും വിന്റേജ് ആയിട്ടുള്ളതും കാലപ്പഴക്കമായിട്ടുള്ളതും പല ബോയ്സിന്റെയും ഡ്രീം ആയിട്ടുള്ള കാറുകളൊക്കെ UK ഓൺ ചെയ്യുന്ന ദ സെൽഫ് പ്രൊക്ലൈംഡ് മൾട്ടി ബില്യണയർ റിട്ടയർഡ് ബിസിനസ് മാൻ അൻവിൻ ജോസ്. എന്നാൽ ഹീസ് റെന്റഡ് റിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഡ്രേക്ക് എന്നുള്ളൊരു വീഡിയോ പുട്ട് ഔട്ട് ചെയ്തിരുന്നു. എന്താണ് അതിന്റെ കാര്യങ്ങൾ? എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനൊന്നും വന്നതല്ല, വീഡിയോസ് കണ്ടിട്ട് എന്റെ അഭിപ്രായം വിത്ത് റിയാക്ഷൻ ചെയ്യാൻ വന്നതാണ്. സോ വി ആർ ഗോയിങ് ടു do a reaction video about some stories, some reels about Anvin Jose. So, welcome to another video of Shanus Talks. It's me, Shanus, again with another video. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. സോ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറയാനുള്ളത്, ഐ എം നോട്ട് എ അൻവിൻ ഫാൻ ബോയ് ഓർ എ ഡോക്ടർ ഡ്രേക്ക് ഫാൻ ബോയ്. രണ്ടുപേരും ഫാനില്ല. എനിക്ക് എല്ലാം കണ്ടന്റാണ്. അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും കളിയാക്കും, രണ്ടുപേരെ റിയാക്ട് ചെയ്യും. സൈഡിൽ കൂടെ വന്ന് അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോറി ഉണ്ടമാരെ തന്നെ റിയാക്ട് ചെയ്യും. എനിക്ക് രണ്ടുപേരുടെയും ഫാൻ ബോയ് അല്ല, രണ്ടുപേരുടെ കാര്യങ്ങൾ എനിക്ക് മാറ്റർ അല്ല. ജസ്റ്റ് മൈ കണ്ടന്റ്. അപ്പോൾ ഡോക്ടർ ഡ്രേക്ക് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പാർട്ടായിട്ടായിരിക്കും അൻവിനെ എക്സ്പോസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ 3 പാർട്ടായിട്ട് വീഡിയോ ഉണ്ടാക്കും. എനിക്ക് കണ്ടന്റാണ്. എനിക്ക് 3 പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടും. 4ാമത് എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു വീഡിയോ ഇടും. അപ്പൊ എനിക്ക് അങ്ങനെ 3 കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അത് വെച്ച് 4 കണ്ടന്റ് ഉണ്ടാക്കും. 4 കണ്ടന്റ്. അപ്പൊ നമുക്ക് കൂടുതൽ വായിട്ടലച്ച് ചിലച്ചോണ്ടിരിക്കാതെ എന്താണ് ഡോക്ടർ ഡ്രേക്ക് എക്സ്പോസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങളെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണാത്തവർക്കായിട്ട് അല്ലെങ്കിൽ കണ്ടവർക്കായിട്ട് എന്റെ വീഡിയോ കാണുന്നവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചാൽ എന്തിനാണ് ആ തൊലിഞ്ഞ ഡോക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ട് വാ. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അങ്ങനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? മൊട്ട ആരാരും നിലമ്പൂരുള്ള കൊച്ചത് പറഞ്ഞിട്ടില്ലല്ലോ. പെണ്ണ് കെട്ടാൻ താല്പര്യമില്ല, ആരോ തേച്ചു, UK പോയിട്ട് പണി കിട്ടി. നിലമ്പൂരുള്ള കൊച്ചാൻ ഏത് കൊച്ച്? ഡോക്ടർ ഡ്രേക്ക് കൊച്ചിന് മുഖമില്ലേ? എന്താ ഡ്രേക്ക് കൊച്ചിന് മുഖമില്ലാത്ത? നിലമ്പൂരുള്ള കൊച്ചിന്റെ മുഖം നീ കാണിച്ചിട്ടില്ല. എന്തല്ലേ അത്? നീ എല്ലാരും എക്സ്പോസ് ചെയ്യുമ്പോൾ അതുകൂടെ എക്സ്പോസ് ചെയ്യും. അത്രയും ധൈര്യം ഇല്ലാത്തോളമാരൊന്നും നിന്റെ അടുത്ത് കഥ പറഞ്ഞ എന്തായിരുന്നു? മോൻ കാണിക്കാൻ ധൈര്യം ഇല്ലാത്തോളമാര് അതുകൂടെ കാണിക്കണ്ടേ? നിലമ്പൂരുള്ള കൊച്ചാതാണെന്ന് നമ്മുടെ കൂടെ ഒന്ന് കാണട്ട് ട്രാക്കേ. പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും അല്ലടേ, അങ്ങേര് മൾട്ടി ബില്യണയർ ആണെന്നും പറഞ്ഞ് ആ പെൺകൊച്ചിന് പഠിക്കാൻ ഇങ്ങനെ പൈസ കൊടുക്കുന്നു എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? അതെന്ത് കണക്ഷൻ എനിക്ക് മനസ്സിലായില്ല. നിലമ്പൂരുള്ള കൊച്ചിനെ മറന്നോന്ന് ചോദിക്കുന്നു. ഇങ്ങനെ മൾട്ടി ബില്യണയർ ആയപ്പോൾ GoFundMe പേജ് തുടങ്ങണമെന്ന് പറഞ്ഞു. ആ പെണ്ണിന് പഠിക്കാൻ ആക്കൊണ്ട് തുടങ്ങിയെന്ന് നിനക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ഏറ്റവും മൂല്യം വന്ന് പകുതി വിഴുങ്ങിയിട്ട് ഏറ്റവും മൂല്യം എടുത്ത് കാണിച്ചിട്ട് പോണെങ്കിൽ നീ എക്സ്പോസിംഗ് ഇല്ല, എക്സ്പോസ് ചെയ്യും, കംപ്ലീറ്റായിട്ട് എക്സ്പോസ് ചെയ്യും. ഏറ്റവും മൂല്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ പെണ്ണ് ആര്? നിലമ്പൂരുള്ള പെണ്ണ് ആര്? അൻവിനുമായിട്ട് എന്ത് ബന്ധം? എന്തുകൊണ്ട് നീ ഇപ്പൊ ആ പെണ്ണ് GoFund എടുത്തതിന്റെ കേസ് ഇപ്പൊ പരാമർശിച്ചു? ഇതിന്റെ റീസൺ കാണുമല്ലോ. റീസൺ പറഞ്ഞൂടെ നിനക്ക്? റീസൺ പറയൂല കുട്ടാ. പോട്ടെ,
പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോണ്ടിരുന്നത്. So, Greg, you are saying that Anil was staying on UK on the dependency by depending that girl, right? How can you say that? Do you have the proof? Do you have the proof? Then show it to the people. That's what it is called exposing. മിന്നതല്ല പൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ട്രാക്ക് ചെയ്യാം. ഷോ മി ദ പ്രൂഫ്സ്. നാക്കൊണ്ട് പറയുന്നതെല്ലാം സത്യമായിരിക്കണം എന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ പ്രിയ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമിനെ നീ ഒന്ന് എക്സ്പോസ് ചെയ്തൂടെ? ദാറ്റ് സൈക്കഡലിക് പാർട്ടീസ് സിക്ക് സൈക്കോ. ആൾക്കാരുടെ മുമ്പിൽ എസ്തറ്റിക് കാസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് വന്നത് സെൽഫ് പ്രൊക്ലൈംഡ് ഇൻവെസ്റ്റിഗേറ്റർ അബ്ദുൽ ഹക്കീം. അവൻ ആകാലൊരു വീഡിയോ ഇട്ട് ഞാൻ അത് കണ്ട് ഞാൻ വിചാരിച്ചു നല്ല പുള്ളയാണെന്ന് ഞാനും വിചാരിച്ചു. വേടെ ഇത് കണ്ട സമയത്ത് അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അവനെ എക്സ്പോസ് ചെയ്തു. പെണ്ണ് കേസ്, പോക്സോ കേസ്, കഞ്ചാവ്, സൈക്കഡലിക് പാർട്ടി, ഡ്രഗ് പാർട്ടി. അവന്റെ കൂട്ടുകാരനില്ലേ ഇനി പറഞ്ഞ നമ്മളെ നമ്പണോ? If you want to believe what you're saying, you have to show me the proof. Not me, show the audience the proof. Okay? 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃത്തസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂ വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലൊരു എക്സാക്ട് കൗണ്ട് 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് വണ്ടി. അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയിൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായിരുന്നു. ശരിയാണല്ലോ അൻവിനെ. ഒരു BMW, ഒരു വോക്സ് വാഗന്റെ വാൻ, ഒരു നിസാൻ പെട്രോൾ, ഇത് ഞാനും ഇത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. 21 വണ്ടി എന്ന് പറഞ്ഞിട്ട് 21 കാണുന്നില്ലല്ലോ. എവിടെ അങ്ങനെ 21 വണ്ടി? 3 ഞാൻ പറഞ്ഞു. 21, 19, 18. ബാക്കി 18 വണ്ടിയുടെ അൻവിനെ, ബാക്കി 18 വണ്ടിയുടെ അത് പുള്ളി പറഞ്ഞ പോയിന്റാണ്. ഐ ആൾസോ കാർ എന്തൂസിയാസിസ്റ്റ്. 21 വണ്ടി ഉണ്ട്, വിരലെണ്ണാൻ പറ്റുന്ന 21 വണ്ടി ഉണ്ടെങ്കിൽ എവിടെ ബാക്കി 18? കണ്ടില്ലേ? ഓക്കെ, ബാക്കി 18 വണ്ടിയുടെ കാണില്ലേ. ബാക്കി എന്തിനായിരിക്കും വണ്ടി പറഞ്ഞ ചുമ്മാ തല്ലേ ശരിയായില്ല. അൻവിനെ കാണില്ലേ, ഷോ മി ദ പ്രൂഫ്. അൻവിനെ കൊണ്ട് കാണില്ലേ. ബാക്കി 18 വണ്ടി ഇവിടെ ഏത് മോഡലും. ആകെ ആ ഒരു BMW മാത്രമല്ല അൻവിനെ നടിച്ചേക്കുന്നത്. പിന്നെ ഒരു വോക്സ്വാഗന്റെ വാൻ കിടപ്പുണ്ട്, പിന്നെ നിസാൻ പെട്രോൾ കിടപ്പുണ്ട്. അത് വർക്ക്ഷോപ്പിലാണ്. കേരളത്തിലാണ് പാർട്സ് കിട്ടാതെ വർക്ക്ഷോപ്പിൽ കിടന്നെന്ന് പറയുന്നത് നമ്മൾ പിന്നെ സഹിച്ചാണ്. പഴയ വണ്ടി, വിന്റേജ് വണ്ടി. യു കെയിൽ പെട്രോളിന് പാർട്സ് കിട്ടില്ല. ഷെയിം ഓഫ് യു മാൻ, ഷെയിം ഓഫ് യു. ഇങ്ങനെ അവയെ കാർ എന്തൂസിയാസിസ്റ്റ് വണ്ടി ശരിയാകുമ്പോൾ പൈസ ഇല്ലേ? ഓരോരുത്തമാരൊന്നും പറഞ്ഞില്ല. എന്താണ് മാൻ കാർ എന്തൂസിയാസിസ്റ്റ്? ഷെയിം ഓഫ് യു മാൻ, ഷെയിം ഓഫ് യു. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഔട്ടാക്കുന്നില്ല. 2017 അത് വാങ്ങിച്ചാരാണെന്നുള്ളത് നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, അവന്റെ റെന്റ് അടച്ചില്ലാന്ന് നിന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ ഇത് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് കാണിക്കുന്നില്ല മാൻ? യു ആർ ഹിയർ ടു എക്സ്പോസ് who Anvin really is, who really are. Then why are you not exposing that guy who is the owner of that farmhouse? എന്തുകൊണ്ട് നീ കാണിക്കുന്നില്ല? കാണിച്ചാലല്ലേ നമുക്കത് തെളിവായിട്ട് എടുത്ത് അൻവിനെ എക്സ്പോസ് ചെയ്ത് അൻവിൻ അങ്ങനെ കാണിച്ച് അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് സ്കാം ചെയ്ത് നമുക്ക് കൺഫേം ആക്കി ഉറപ്പിച്ച് പറയാൻ പറ്റൂ. You have to take that reach by converting the exposing part into 3 reach. അതാ നിങ്ങൾ 3 ഉണ്ടാക്കുമ്പോൾ ഞാൻ 4 ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നത്. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അൻവിനെ എലിയെ പിടിക്കാൻ എല്ലാം ചുറ്റിട്ട് കാര്യമുണ്ട്? അവന്റെ കൂട്ടുകാരനെ പോയി കെട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? അവന്റെ കൂട്ടുകാരനാണ് മറ്റേ ഹക്കീം, അബ്ദുൽ ഹക്കീം. ഇവിടെ അവനെ തട്ടിയിട്ട് വല്ല കാര്യം? അവന്റെ അക്കൗണ്ടിൽ ഡിലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നീ അവനെ തട്ടിയിടണേ, അല്ലെങ്കിൽ അവന് പൈസ കൊടുക്കണ്ടേ? മറ്റവൻ കൊടുത്ത് തന്നെ അവൻ പൈസ വാങ്ങിച്ചോണ്ട് വല്ല സൈക്കലിക് പാർട്ടിക്കാ ഡ്രഗ് പാർട്ടിക്കാ പോകും. അവന്റെ വീഡിയോ ഡിലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ നീ അവന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവനെ തട്ടിക്കണം. അൻവിനെ എലിയെ കൊല്ലാൻ വേണ്ടി ആണെങ്കിൽ എല്ലാം ചൂടും. ഒരു എലിവേഷൻ വെച്ചാൽ പോരെ. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. That starts with his auto spa business in UK and the trading platforms that he's going to launch in India. So അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം മാത്രം പറക്കട്ടെ. See you in part 2.
എന്തെങ്കിലും ചെന്ന് പെണ്ണെന്നുണ്ടെങ്കിലും കയ്യിൽ പൈസ വേണം, എൻ്റെ അതില്ല. അതുകൊണ്ട് സ്നേഹം പാലിക്കട്ടെ, സ്നേഹം മാത്രം എന്റെ പൈസ ഇല്ല. ഇനി നമുക്ക് ഡ്രേക്കണിന്റെ വീഡിയോയ്ക്ക് അൻവിൻ ഇട്ട് കൊടുത്ത ഒരു റിപ്ലൈ സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അൻവിൻ സ്റ്റോറി കാണാം. അൻവിന്റെ 3 പട്ടികളിൽ ഒരു പട്ടി കുരയ്ക്കുന്നതാണ് അൻവിൻ ഇട്ടേക്കുന്ന സ്റ്റോറി. അതായത് പട്ടി കുരയ്ക്കും, അവൻ വീഡിയോ ഇടുന്നു, പട്ടി കുരയ്ക്കുന്നു, അവൻ വീഡിയോ ഇടുന്നു, പട്ടി കുരയ്ക്കുന്നു, പക്ഷെ കുരയ്ക്കുന്ന പട്ടി കടിക്കുന്നില്ല. സോ അൻവിൻ ഒരു റിപ്ലൈ കൊടുക്കണ്ടേ ഇതിനൊക്കെ? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണോ റിപ്ലൈ? അതോ നീ എന്ത് തേങ്ങ കാണിച്ചാൽ ഫക്കിൻ കെയർ എന്നാണോ അൻവിന്റെ റിപ്ലൈ? കാത്തിരുന്ന് കാണണം. 2ാമത്തെ വീഡിയോ ഇനിയും ട്രാക്കണ്ണൻ പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. എനിക്കതൊക്കെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവസാനം പറയാം. തീർന്നിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല. എക്സ്പോസിങ് മാത്രമല്ല, അണ്ണന്റെ ഒരു ടൈപ്പ് ഓഫ് ഫ്ലെക്സിങ്ങും മുൻകൂർ ജാമ്യം എടുപ്പൊക്കെ ഉണ്ട് ഡ്രേക്കണ്ണന്റെ. സത്യം തന്നെ ഇതിന് ആര് പറയണമെന്ന് സത്യമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കാണികൾ ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുന്ന. ഞാൻ എക്സ്പോസ് ചെയ്യാൻ വരുന്നു, പിന്നെ ഒന്ന് ഫ്ലെക്സ് ചെയ്യും. എന്താണ് ഫ്ലെക്സിങ്? സ്റ്റോറി പറയുന്നുണ്ട്, സ്റ്റോറികൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. കേൾക്കാം. ഒരു 4 വർഷം മുമ്പ്, അതായത് 2021 കാലഘട്ടത്തിൽ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗൗരി ലക്ഷ്മി ഞാനും കൂടെയുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റ ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത്. ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാൻ ഗൗരി ലക്ഷ്മിയും കൂടെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. ഗൗരി ലക്ഷ്മി എൻ്റെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഗൗരി ലക്ഷ്മിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഗൗരി ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുത്തു. ആ പോക്സോ കേസ് കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും മാനഹാനികളും ബുദ്ധിമുട്ടുകളും വളരെ വലുതായിരുന്നു. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പുട്ട് ഔട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ ഭ്രാന്താണോ പുതിയൊരു ഓഡിയൻസിനകത്ത് ഈ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ല, എനിക്ക് ഭ്രാന്തല്ല. കാരണം ഞാൻ 2021 അനുഭവിച്ചതിനെക്കാട്ടി വലിയ കഥകളൊന്നും ഞാനിവിടെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഞാൻ അനുഭവിക്കാൻ വേണ്ടി നിൽക്കുന്നതുമില്ല. അന്നത്തെ സമയത്ത് നറേറ്റീവ് അവരായിരുന്നു ഹോൾഡ് ചെയ്തത്. ഈ പ്രശ്നം നറേറ്റീവ് ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ 2 മാസത്തിനുള്ളിൽ ആ കേസിന്റെ വിധി വരും. ആ കേസിന്റെ വിധി വരുന്ന സമയത്ത് നമ്മളൊരു പ്രസ് കോൺഫറൻസും കൂടെ നടത്തുന്നുണ്ട്. ഞാൻ ആ കേസിനെ കുറിച്ചിട്ടോ ആ കേസിന്റെ രൂപത്തിനെ കുറിച്ചിട്ടോ അത് ആര് കൊടുത്തൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറയണമെങ്കിൽ എനിക്ക് പറയാം, പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സ്പേസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ജുഡീഷ്യറി കുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സോ സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം പറയട്ടെ. ഇത് ഞാൻ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം, അൻവിനും ഗ്യാങ്ങും ഈ സാധനം കോൾ ഔട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അവർ കോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ഐ റിയലി വോണ്ട് ഹോൾഡ് ദ നറേറ്റീവ്. പിന്നെ 4 വർഷത്തിന് മുകളിൽ നടന്നതിന്റെ കഥകൾ നീയൊക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ, അൻവിനെ, സുനിലോജി, ഏത് മാങ്ങാത്തുലി ആണെങ്കിലും ആയിക്കോട്ടെ, എടുത്തുകൊണ്ട് പോവാ. പക്ഷെ let me put it out in a very beautiful way that you guys can understand. എന്നെ അന്നും ഇന്നും അറിയുന്ന സുഹൃത്തുക്കളും സുഹൃത്ത് വലയങ്ങളും എനിക്കുള്ളൂ. അതുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ ആക്കുക. അതുകൊണ്ട് സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ, അത് മാത്രമേ പരക്കാവുള്ളൂ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇവ എന്തിനു വന്നത്? പുട്ടൗട്ട്. ഈ ഗൗരി ലക്ഷ്മി ആരോടെ വിളിച്ചത്? പ്രണയം നടിച്ച് കവിച്ചെന്നും പറഞ്ഞില്ല പെണ്ണുമ്പിള്ള കേസ് കൊടുത്തത്. പ്രേമിച്ചാടേ, പ്രേമിച്ചിട്ട് തേക്കണമാര് തെണ്ടിത്തരും. നീ എനിക്ക് ഏത് കൊടുത്താലും എന്തൊരു തേങ്ങ കൊടുത്താലും പ്രേമിച്ചിട്ട് തേക്കുന്നത് തെണ്ടിത്തരും. അങ്ങനെയൊക്കെ കെട്ടിക്കൂടായിരുന്നു. ഈ ചേച്ചിന്റെ അശ്വത്തിലാണ് ആ പെണ്ണുമ്പിള്ളാണ് എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 18, പാടി നടക്കണം. ഈ ചേച്ചിട്ടായിരിക്കും ചിലപ്പോ. നിന്റെ ആ ഒരു തേപ്പ് കാണാൻ അഭിന്ന പാട്ട് കാണാൻ ഇറങ്ങിയിട്ടുള്ള അറിയാമോ? നിന്റെ ആ തേപ്പ് കാരണം ഡ്രേക്കണ്ണൻ എന്തിനാണ് ഈ വന്ന് മുൻകൂർ ജാമ്യം എടുത്താണെങ്കിൽ ഈ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് പറയണം എന്തിനാണെന്ന് അറിയാമോ? അൻവിനും ഗ്യാങ്ങും ഡ്രേക്കിന്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. അതുകൊണ്ട് മുൻകൂർ ജാമ്യം, അതായത് ഞാൻ 4 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു കേസുണ്ട്, അത് 4 വർഷം മുമ്പാണ്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നുള്ള രീതിയിൽ ഡ്രേക്ക് വന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു. നീ എന്ത് കാണിച്ചാലും അൻവിൻ എന്ത് കാണിച്ചാലും നമുക്കൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടങ്ങ് പോകും. ഫോർ കണ്ടക്ട്. അതായത് മിന്നുന്നതെല്ലാം പൊന്നില്ല. മൊട്ടയം തള്ളു, യമം പറയുന്നത് തള്ളു. ഒരുത്തനെ ഒന്ന് എക്സ്പോസ് ചെയ്തത് കൊണ്ട് നീ നല്ല പുള്ളിയാവുമോ? 2 മാസം കഴിഞ്ഞ് ജുഡീഷ്യറി വിധി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് നിനക്ക് നീ നല്ലവനാണോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നീ ഒരാളെ വന്ന് എക്സ്പോസ് ചെയ്തെന്നും പോലെ നീ നല്ലവനാവോ? പാസ്റ്റ് മാറ്റേഴ്സ് ബ്രോ, പാസ്റ്റ് മാറ്റേഴ്സ്. ഇതേപോലെ
എക്സ്പോസ് ചെയ്ത് നടന്നതല്ലേ നിന്റെ ഒരു കൂട്ടുകാരൻ? 1 മില്യനോ 2 മില്യനോ 3 മില്യനോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ. എവിടെ 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 പോയി? ഇപ്പൊ 79 കയ്യില് നീ തന്നെ ഇട്ടിട്ടുണ്ടോ അവന്റെ അക്കൗണ്ട് വെച്ചാൽ ഒരു സ്റ്റോറി? അവനല്ല പുള്ളിയാ, അവന്റെ കൂട്ടുകാരനല്ല നീ. മുല്ലപ്പൂം പിടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്നാണല്ലോ. അൻവിന്റെ കേസ് വിട്. നീ പറയണ എല്ലാം സത്യമാണോ? ആണോ? അൻവിന്റെ കേസിൽ നീ എക്സ്പോസ് ചെയ്യുന്നു വിത്തൗട്ട് പ്രൂഫാണ് നീ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ നിലമ്പൂരുള്ള പെണ്ണ് ഏതോ സിറിയാക്ക് വന്ന് ഡൈല്യൂട്ട് ചെയ്തു, എന്നിട്ട് മിക്സ് ചെയ്ത് പിടിച്ചടിച്ചു. ഇതൊക്കെ അല്ലേ പറയുന്നത്? പ്രൂഫ് കാണിക്കുക. രണ്ടാമത്തെ വീഡിയോയിൽ വരുമെന്നാണെങ്കിൽ രണ്ടാമത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. മുൻകൂർ ജാമ്യം എടുത്ത് എന്തായാലും നന്നായില്ല എന്നുണ്ടെങ്കിൽ നാളെ സമയത്ത് അബ്ദുൽ ഹക്കീം എക്സ്പോസ് ആയ കണക്ക് ഡോക്ടർ ട്രാക്കും ചിലപ്പോൾ വീണ്ടും എക്സ്പോസ് ആയാലോ. മുൻകൂർ ജാമ്യം. ഒരു കാര്യം പറഞ്ഞാൽ ഇനി അൻവിനും അൻവിന്റെ കൂട്ടാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പുട്ടൗട്ട് ചെയ്തത്. എന്റെ പാസ്റ്റ് ഡിഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ 4 വർഷത്തിന് മുകളിൽ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇനി അൻവിനും അൻവിന്റെ കൂട്ടാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പുട്ടൗട്ട് ചെയ്തത്. എന്റെ പാസ്റ്റ് ഡിഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിറ്ററലി കോൾ മീ ഔട്ട്. ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ്, ഐ ഓൾസോ കോൾ മൈ സെൽഫ് ഔട്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയോ 2 മാസമോ 3 മാസമോ മുമ്പുള്ള കഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അല്ലാതെ 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള കഥകൾ എടുത്തുകൊണ്ട് വന്ന് പിന്നെ 4 വർഷത്തിന് മുകളിൽ നടന്നതിന്റെ കഥകൾ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇനി അൻവിനും അൻവിന്റെ കൂട്ടാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പുട്ടൗട്ട് ചെയ്തത്. എന്റെ പാസ്റ്റ് ഡിഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിറ്ററലി കോൾ മീ ഔട്ട്. ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ്, ഐ ഓൾസോ കോൾ മൈ സെൽഫ് ഔട്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയോ 2 മാസമോ 3 മാസമോ മുമ്പുള്ള കഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അല്ലാതെ 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള കഥകൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം? പക്ഷേ കമ്മിങ് ടു ദ പോയിന്റ്, അൻവിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ഫ്രൈഡേ പുട്ടൗട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അൻവിന്റെ UK-യിലുള്ള ബിസിനസ് നിലനിൽക്കുമോ നിലനിൽക്കത്തില്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണാം. സ്നേഹം വരക്കട്ടെ. നിനക്കൊക്കെ എന്നെ കുറിച്ച് എന്തെങ്കിലും എക്സ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ നീയൊക്കെ 4 വർഷം മുമ്പുള്ള പൊക്കിക്കൊണ്ട് വരാതിരി. 4 വർഷം മുമ്പുള്ള പൊക്കിക്കൊണ്ട് വരാതിരി. ഇപ്പൊ 1, 2, 3 മാസം മുമ്പുള്ള അവന്റെ അപ്പത്തോട്ട് തിരക്കണ്ട ചിലപ്പോൾ ഞാൻ മുഞ്ചിത്തു. അതുകൊണ്ട് നീ 4 വർഷത്തെ പൊക്കിക്കൊണ്ട് വരാതിരി അറിയാ. നീ 1, 2, 3 മാസം മുമ്പ് ഞാൻ എന്തെങ്കിലും ചേട്ടനുണ്ടെങ്കിൽ പറഞ്ഞ് പൊക്കിക്കൊണ്ട് കാണിച്ചത് അൻവിനെ എന്നാണ് ട്രാക്ക് പറയുന്നത്. കാരണം ചിലപ്പോൾ 3 മാസത്തിന് അപ്പത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളിയനും എക്സ്പോസ് ആവും മരു പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാലേ. പക്ഷേ നിന്റെ 4 വർഷം മുമ്പുള്ള നോക്കണ്ടെന്ന് നീ പറയുന്നു. പിന്നെ 2017 ഫാം ഹൗസ് വാങ്ങിച്ച് അപ്പോ അൻവിന്റെ കേസ് വരുമ്പോ പാസ്റ്റ് മാറ്റേഴ്സും നിന്റെ കേസ് വരുമ്പോ പാസ്റ്റ് ഡസിൻ മാറ്റേഴ്സും ആണോ ട്രാക്ക്? അതെന്ത് സംസാരമാണ്? ഒരു പാരഡം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? കിട്ടുമ്പോൾ നിനക്ക് കിട്ടണം, അവന് കിട്ടണം. അതല്ലേ ഒരു ഇൻഫ്ലുവൻസർ ലൈഫിൽ ഒരു സെയിം. അല്ലാതെ നീ എല്ലാം ഒറ്റയ്ക്ക് വിഴുങ്ങാതെ ഇരിക്കും. പഴിമൊത്തം അവനും പൊഴിമൊത്തം നിനക്ക് ഒന്ന് പറയണം കണക്ക്. അതെന്തൊരു പരിപാടി? കിട്ടുമ്പോൾ നിനക്ക് അവന് ഒരുമിച്ച് കിട്ടണം. നിന്റെ പാസ്റ്റ് ഡസൻ മാറ്റേഴ്സ്, അവന്റെ പാസ്റ്റ് മാറ്റേഴ്സോ? അതൊക്കെ ഉണ്ടാക്കിയോ? നല്ല പരിപാടിയാണല്ലോ. അവൻ ഗൗരി ലക്ഷ്മിയുടെ തടയിൽ നടിച്ച് തേച്ചു പോർച്ച കേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിധി വരാനിരിക്കുന്നേ. അവൻ പ്രതിയാണോ വാദിയാണോ എന്താണെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് അവന്റെ പാസ്റ്റ് മാറ്റേഴ്സ് അല്ല. അത് 2021 നടന്നതാണ്. 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് നടന്നതാണ്. അത് പൊക്കിക്കൊണ്ട് വല്ലേ 3 മാസം മുമ്പ് വല്ലോ അല്ലെങ്കിൽ 3 മാസത്തിനകത്ത് വല്ലതും കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു കേൾക്കുക. അതാണ് ഡോക്ടർ ട്രൈക്ക് വരുന്നത്. പക്ഷെ അൻവിന്റെ കേസ് ആകുമ്പോൾ 2017 ഫാം ഹൗസ് വാങ്ങിച്ച ആരാണെന്ന് വണ്ടിയിലുണ്ട്. മറ്റേ നിലമ്പൂർ എന്നുള്ളൊരു പെമ്പച്ചിനായിട്ട് പണ്ട് UK-യിൽ വന്നത് എന്തിനങ്ങനെ കാണിച്ചു. ആ പെമ്പച്ചിന് എന്തൊരു ഓഫ് കൊണ്ട് ചെയ്യേണ്ടി വന്നു. അതേ പരിപാടി. നിനക്ക് പാസ്റ്റ് മാറ്റേഴ്സ് അല്ല, അൻവിന് പാസ്റ്റ് മാറ്റേഴ്സ്. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്ക് മാറ്റേഴ്സ് ആയാലും എനിക്കൊരു മാറ്റമില്ല. ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി ചലിച്ച് കളിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ എടുത്ത് നമ്മൾ കണ്ടു നടക്കും. ഞാൻ പറഞ്ഞില്ല, നീ 3 നേട്ടം ഞാൻ 4 നേട്ടം. അണ്ണൻ വന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഞാനത് പുട്ട് ഔട്ട് ചെയ്യും, അവർ എന്നെ കോൾ ഔട്ട് ചെയ്യും. സ്നേഹം പറിക്കട്ടെ, സ്നേഹം മാത്രം പറിക്കട്ടെ. ഇതിങ്ങനെ ഒരു നാഴിക 40 വട്ടം പറയും. കോൾ ഔട്ട്, പുട്ട് ഔട്ട്, സ്നേഹം പറിക്കട്ടെ, സ്നേഹം മാത്രം പറിക്കട്ടെ. ഇതിലിപ്പോ ഇവനും ഇങ്ങനെ ഉൾക്കാരനെ എന്തെങ്കിലും എടുത്ത് പറയാം. അൻവിന് എക്സ്പോസ് ചെയ്യാമെന്നും പോകണമെന്നായിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ റെന്റിനാണ് നടക്കുന്നത്, അതാണ് നടക്കുന്ന സ്കാം തുടങ്ങാൻ പോകും മറ്റാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എത്തി കണ്ടന്റ് ഉണ്ടാക്കാന്നും പറഞ്ഞു വന്നിരുന്നത്. ഇതിപ്പോ ഇവന്റെ സ്റ്റോറി നോക്കിയപ്പോ ഇവനെ ഉള്ളു കണ്ടന്റില്ല, അങ്ങേരില്ല. എന്നാൽ വാലിഡ് ആയിട്ടുള്ള പൂർവ്വ കാര്യമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. എന്നിട്ട് അൻവിൻ എക്സ്പോസിങ്. ഇവൻ എന്തോ ഒന്ന് പടച്ചു വിട്ട് തുടങ്ങി ട്രോൾ പേജും കാര്യങ്ങളെല്ലാം വീണ്ടും പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നു.
അൻവിൻ എക്സ്പോസ് ആവുന്നതിന് വരെ നീ വന്നു നിന്റെ പഴയ ബോക്സ് ഒക്കെ നീട്ടി നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു കഷ്ടം. ഇതെല്ലാം പൊട്ടു. ഇവിടെയാണ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇവിടെ വലിച്ചിടുകയാണ് അനാവശ്യമായിട്ട്. ഡെഫിനറ്റ്ലി ഐ ആം ഈഗിൾ ഗെയിമിംഗ് ഫാൻ ബോയ്. സംസാരിക്കും. ഈഗിളിനെ എന്തുകൊണ്ട് ഇതിനകത്ത് വലിച്ചിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിളിന്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഷൂ ബ്രാൻഡ് ബിസിനസ്, ഈഗിൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പാർട്ണറായിട്ട് വരുന്നത് അൻവിനാണ്. അൻവിനുമായിട്ട് വരെ മീറ്റിങ്ങിനൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ മുമ്പ് ഭയങ്കരമായിട്ട് വൈറലാണ്. ഈഗിളിന്റെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈഗിളിനെ അതിനകത്തോട്ട് ഡോക്ടർ ഡ്രേക്ക് വലിച്ചിടുന്നു. എന്തിന്? അൻവിൻ എക്സ്പോസ് ചെയ്യാനായിട്ട് അൻവിൻ യൂസ് ചെയ്തപ്പോൾ ഈഗിളിനെ എന്തിനാണ് അതിനകത്തോട്ട് വലിച്ചിടുന്നത്? എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ ഒറ്റ വീഡിയോ ഒറ്റ ലൈവ് പോലെ. 3 വീഡിയോ എന്തിനാണ്? 3 വീഡിയോ എടുക്കുന്നതിനാണ് റീച്ചിന് വേണ്ടിയാണ്. ഈഗിളിനെ അതിനകത്ത് വലിച്ചിടുന്നത് എന്തിനാണ്? റീച്ചിന് വേണ്ടിയാണ്. കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണോ? അല്ലാതെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആൾക്കാരെ തിരിച്ചരിപ്പിക്കുന്ന രീതിയിൽ പുള്ളിക്കാരനോട് കൂടെ ഉള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനൊരുമാതിരി തൊഴിലിന്റെ മാസം കാണിച്ചുള്ള ഒരു സ്റ്റാറ്റസ് ഇടൽ ഒരിക്കൽ അത് കണ്ടിട്ട് പുള്ളിയുടെ അക്കൗണ്ടിൽ പോയി ആരെയൊക്കെ കൊണ്ട് മെസ്സേജ്, നീ ആ മെസ്സേജ് കാണിക്കുന്ന സ്റ്റോറി ഇട്ടേക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈകളെ തിരിച്ച് തമ്മിൽ തള്ളി വിളിക്കുന്നുണ്ട് ചാറ്റിലും, അല്ലാതെ ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഫ്ലക്സിങ് സംതിങ്, യു ആർ ഫ്ലക്സിങ് സംതിങ് വിതൗട്ട് ഗെറ്റിംഗ് എനിത്തിങ്. വാട്ട് യു ആർ ഫ്ലക്സിങ്? ആണോ? എന്താണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല, സീരിയസ്ലി മനസ്സിലാവുന്നില്ല. ഇനിയാണ് എക്സ്പോസിങ്ങിന്റെ രാജകുമാരനായ അബ്ദുൽ ഹക്കീം എക്സ്പോസ് ചെയ്യാനായിട്ട് വരുന്നത്. കാണിച്ചുതരാം. ഗൈസ്, ഈഗിളിന്റെ സൈഡ് ഞാൻ കേട്ടു, ഡ്രേക്കിന്റെ സൈഡ് ഞാൻ കേട്ടു. അപ്പോൾ ഈഗിളിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഡ്രേക്ക് ഇന്നലെ ചോദിച്ചു കോളിൽ. ഈഗിളിന് പറയാനുള്ള കാര്യങ്ങൾ കോളിൽ ഡ്രേക്കിനോട് പറയുകയും ചെയ്തു. ആൻഡ് ഇനിയിപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രേക്കിന് പറയാനുള്ളത് ഡ്രേക്കിന്റെ രീതിയിൽ പറയട്ടെ, ഈഗിളിന് പറയാനുള്ളത് ഈഗിളിന്റെ ലെവലിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ് ദം ടോക്ക്. ഈഗിൾ ട്രാക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ട്രാക്ക് ഈഗിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈഗിളിന്റെ കാര്യം പറഞ്ഞു, ട്രാക്കിന്റെ കാര്യം പറഞ്ഞു. ഈഗിൾ വന്ന് ലൈവ് ഇട്ട് പറയും, ട്രാക്ക് വന്ന് ട്രാക്കിന്റെ രീതിയിൽ പറയും. അപ്പൊ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് കാണാൻ നമ്മളെ ഇൻസ്റ്റ ഉണ്ട്. നീ വന്ന് പുളുത്തണ്ട, നീ പുളുത്തനായിട്ടാണ് നമ്മളെ വന്ന് ഇൻസ്റ്റയിൽ വാങ്ങണം. നീ ആരും ഇതിന്റെ ഇടയിൽ, നീ ഇതിന്റെ ഇടയിൽ ആര്? നിന്റെ ഗുണാധികാരം കഴിഞ്ഞു. ഇപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കോളേജിന്റെയും ബാംഗ്ലൂർ കോളേജിന്റെ ട്രക്കേഴ്സിലൊക്കെ നിന്റെ ഗുണാധികാരം കഴിഞ്ഞു. നിനക്ക് നല്ല പണിയും കിട്ടി, നിന്റെ അക്കൗണ്ട് എല്ലാം കൂടെ തൊഴിലൂത്തി പോയി. നിന്നെ വേറെ ഉള്ള പയ്യന്മാരെ വലിച്ച് ചെയ്ത് എക്സ്പോസ് ചെയ്ത് നീ ഏറെ ടൈപ്പിലുള്ളവരാണ്. നീ പണ്ട് മറ്റേ പെണ്ണ് അസിസ്റ്റന്റ് ജാവസ് ഇതെല്ലാം കാണിച്ചിട്ട് കഴിഞ്ഞു. നിന്റെ ടൈം കഴിഞ്ഞു. നീ നിന്റെ ടൈം നോക്കി വരാതെ നിന്റെ എക്സ്പോസിംഗും കഴിഞ്ഞു, നിന്റെ എക്സ്പോസ്ഡ് ആയി, എല്ലാം കഴിഞ്ഞു. പോ മാമ അപ്പൊ ഇതിന്റെ ഇടയിൽ വന്നിട്ട് നിൽക്കുകയാണ്. ഈഗിളും ട്രേക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈഗിളും ട്രേക്ക് സംസാരിക്കട്ടെ. നീ എന്റെ ഒന്ന് തൊഴിലൂത്തി എന്തെങ്കിലും ഉണ്ടാക്കാം. നിന്നെ ഇവിടെ ആരെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് ചോറിനാൻ പോകുന്നത് വാലാട്ടിപ്പട്ടി ഒന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുന്നത് കൂത്തിപ്പട്ടി. അപ്പോ എക്സ്പോസിംഗ് അൻവിൻ എന്ന് പറഞ്ഞ കണ്ടന്റിൽ അവരുടെ എല്ലാവരുടെയും ഒക്കെ സ്റ്റോറി കാണിച്ചു. ഇനി ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ്, ഒരു ന്യൂട്രൽ വ്യൂ പോയിന്റിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാനൊരു അൻവിൻ ഫാൻ ബോയോ ഡോക്ടർ ട്രേക്ക് ഫാൻ ബോയോ അല്ലെങ്കിൽ മറ്റേ പട്ടിനാവി അബ്ദുൽ ഹക്കീം ഫാൻ ബോയോ അല്ല. ഇനി ഇവന്മാർ എക്സ്പോസ് ആയാലും എക്സ്പോസ് ആയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഐ ആം ഡൂയിങ് ദിസ് ബിക്കോസ് ദിസ് ഈസ് ആർ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്, റീച്ച് കിട്ടും, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ എന്റെ കുറച്ച് ഔട്ടൻ ക്വസ്റ്റ്യൻസും ചോദിച്ചോട്ടെ. ആസ് എ ന്യൂട്രൽ ഓഡിയൻസ്, അൻവിൻ ഒരു പെൺകുട്ടിയെ ഡിപ്പെൻഡ് ചെയ്താണ് UK കയറി പോകുന്നത്. ഓക്കെ, ഒരു ഇന്റർവ്യൂവിൽ അൻവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിലാണ് ഞാൻ UK വരുന്നത്. പിന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയി. അതിനുശേഷമാണ് ഞാൻ സിംഗിൾ ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയത്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് എടുത്തതും. എനിക്ക് അതിൽ നിന്ന് വൻ പ്രോഫിറ്റ് കിട്ടി, എനിക്ക് റിട്ടയർ ആവാനുള്ള രീതിയിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഐ എം സ്റ്റിൽ റണ്ണിങ് സോ മെനി ബിസിനസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ചെയ്തിട്ടുണ്ട് പോകുന്നതേ പുള്ളി കാണിച്ചിട്ടുള്ളൂ. എന്താണ് ചെയ്യുന്നത്, എങ്ങനെ കാണിക്കുന്നതെന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ UK പിള്ളേരെ കയറ്റിക്കൊണ്ട് പോകാനുള്ള സാധനങ്ങൾ പോകുന്നുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ വർക്ക് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ എഡ്യൂക്കേഷണൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു ഏജൻസി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ബിസിനസ്സുകളിലും പല ഇതിലും പാർട്ണർഷിപ്പ് ഉള്ള ഒരാളാണ് അൻവിൻ. ഇഫ് ഹി ഈസ് എ സ്കാമർ, ഇഫ് ഹി റിയലി ഈസ് എ സ്കാമർ, എക്സ്പോസിംഗ് ഹിം വിൽ ബി ഹെൽപ്പ് സോ മെനി പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് സ്കാം. കറക്റ്റ് ആണ്, ഡോക്ടർ ട്രേക്ക് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ബട്ട് if you are exposing Anvin, he is a scammer. If he is a scammer, you have to put it as a single video. That's a better way. Why are you not doing that? That's my question. അപ്പോൾ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് കള്ളമല്ല. ട്രേക്ക് റീച്ചിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഒറ്റ വീഡിയോയിൽ, ഒരു ലോങ് ലെങ്ത് വീഡിയോയിൽ, ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയിൽ, ഒറ്റ ലോങ് ലെങ്ത് വീഡിയോയിൽ വിത്ത് പ്രൂഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അതിനെ ഒരു സ്റ്റോറി ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്പ് വെട്ടിയിട്ടുകൊണ്ടോ നിനക്ക് റീച്ചാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്തിനെ 3 കണ്ടന്റ് ആക്കി ചെയ്യുന്നു as shorts? That's my question. ഒറ്റ വീഡിയോയിൽ ചെയ്യുന്ന സാധനം 3 കണ്ടന്റ് ആക്കി ചെയ്യുന്നു. ഓക്കെ, കണ്ടന്റിന് വേണ്ടിയാണെന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാന്ന് പറയാൻ പറ്റില്ല. കണ്ടന്റ് ആൻഡ് റീച്ച്, ഫെയിം, ഇതിനു വേണ്ടി 10 പേര് അറിയാനായിരിക്കാം.
അല്ലെങ്കിൽ വാച്ചോടെ കൂട്ടി പൈസ ഉണ്ടാക്കാനിരിക്കുക. If you are really doing some social work or creating a better community or exposing a scammer, be you have to shoot that, go direct, shoot it in a single way, shoot it as a single video. Why are you doing this as part, and why are you taking so much time to put out in your language, put out? Why are you taking so much time to put out the second video? ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, ഇന്നലെ ശനിയാഴ്ച ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. നെക്സ്റ്റ് വീഡിയോ പുട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത വെള്ളിയാഴ്ച. Are you expecting something or any offers from Anvin for settlements? That's what I have to ask really. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സെറ്റിൽമെന്റോ ഫണ്ടോ മണിയോ എന്തെങ്കിലും താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ടൈം എടുക്കുന്നു? ആൻഡ് വൈ ആർ യു നോട്ട് ഷോയിങ് ദാറ്റ് പ്രൂഫ് ഹി ഈസ് റെന്റഡ് റിച്ച്? പൈസ ഇല്ല, റെന്റിനാണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് അതിന്റെ പ്രൂഫും കാര്യങ്ങളും കൂടെ കൊണ്ടുവന്ന് കാണിച്ചൂടെ? എന്തൊന്നത് കാണിക്കുന്നില്ല? രണ്ടാമത്തെ വീഡിയോ ഇടാൻ വെച്ചേക്കണോ? വെയിറ്റിംഗ് ഫോർ ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ആക്ച്വലി വെയിറ്റിംഗ് ആണ്, ഈ കണ്ടന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ പാർട്ടിലായിരിക്കും പ്രൂഫും കാര്യങ്ങളും വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര ടൈം എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ വരുന്ന ഡൗട്ട് ഇതാണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തമ്മിൽ എന്തോ കോൺട്രവേഴ്സി കാര്യങ്ങളുണ്ട്. അൻവിൻ ഇന്നും ഇന്നലെയും ഫേമസ് ആയി വന്ന ഒരാളല്ല. കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് എന്റെ അറിവിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് പുള്ളി ഈ ഫീൽഡിലുണ്ട്, ഇൻഫ്ലുവൻസിങ് ഫീൽഡിലുണ്ട്. സിഗ്മ ലൈഫ്, സിംഗിൾ ലൈഫ്, റിച്ച് ലൈഫ്, റിട്ടയർ ലൈഫ്, മൾട്ടി ബില്യണർ ലൈഫ്, ഇതെല്ലാം എക്സ്പോസ് ചെയ്തുകൊണ്ട് അൻവിൻ ഒരു വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഒരു വർഷമായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം അറിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തിനെ പുള്ളി ഇത്രയും ഹൈപ്പിലും നിൽക്കുന്ന ടൈമിൽ പുള്ളിയുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കണം? ഇഫ് ഈസ് എ ഫേക്ക്, എന്തുകൊണ്ട് ആദ്യമേ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തില്ല? നിങ്ങളെന്താ 1.5 വർഷം മുമ്പില്ലായിരുന്നോ ഈ ഫീൽഡിൽ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തിന് ഇത്ര ടൈം എടുക്കുന്നു രണ്ടാമത്തെ വീഡിയോ അപ്പ് ചെയ്യാൻ? എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എനി ടൈപ്പ് ഓഫ് മണി ഓർ സെറ്റിൽമെന്റ്സ്, അല്ലെങ്കിൽ എനി അതർ ഹിഡൻ അജൻഡാസ് ബിഹൈൻഡ് ദിസ്? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൻവിൻ വേർ ഇസ് യുവർ 21 കാർസ്? 3 ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. എവിടെ 18 വണ്ടികൾ? ബാക്കി 18 വണ്ടികൾ എവിടെ? തള്ളാണോ മോനെ? ഫാം ഹൗസും 3 പട്ടികളും 21 കാറുകളും ഇതെല്ലാം തള്ളാണോ? ഇടയ്ക്കൊരു വീഡിയോ ഉണ്ട്, ആ 3 പട്ടിയെങ്കിലും സ്വന്തമായിട്ടുള്ളത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഐ ആം ആക്ച്വലി കൺഫ്യൂസ്ഡ് ഇൻ ദിസ് സിനാരിയോ ബിക്കോസ് പുള്ളിക്കാരെ റിച്ച് അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരെ യാത്ര ചെയ്യുന്ന മൊത്തം ബിസിനസ് ക്ലാസ്സിലാണ്. എല്ലാം ഫ്രണ്ട്സും ഇങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ചില്ലറ പൈസ അല്ല ടിക്കറ്റിന്. ശരിക്കും റിച്ച് ആണോ അതോ മറ്റും പറയുന്ന പാപ്പരാസിയാണോ? കൺഫ്യൂസ്ഡ്. എനിവേ ഡസന്റ് മാറ്റർ ഫോർ മീ, ബട്ട് സ്റ്റിൽ എ കൺഫ്യൂഷൻ. അടുത്ത കാര്യം, ഡോക്ടർ ഡ്രേ. പണ്ട് പൈസ ഇല്ലാന്ന് കരുതി ഇപ്പൊ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവാതിരിക്കണം എന്നില്ലല്ലോ. കാരണം ഇപ്പൊ പുള്ളിക്കാരെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ പാർട്ണറാണ്, അതിന്റെയൊക്കെ ലാഭം കാണും. സോ പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാതിരിക്കണം എന്നില്ലല്ലോ. നിങ്ങൾ പഴയ കാര്യം വെച്ചാണ് അനലൈസ് ചെയ്യുന്നതെങ്കിലോ? സോറി, അൻവിന് പാസ്റ്റ് മാറ്റേഴ്സ്, നിങ്ങൾക്ക് പാസ്റ്റ് മാറ്റേഴ്സ് അല്ല. പാസ്റ്റ് ഡസന്റ് മാറ്റേഴ്സ്, അങ്ങനെയാണല്ലോ. സോ എന്തിന് വെള്ളിയാഴ്ച ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് ഇട്ടുകൂടെ പെട്ടെന്ന്? ഒന്ന് കണ്ടിട്ട് ആരെ എന്തരാവുന്നു? കുഴപ്പമില്ല. ഈഗിള് 9:45 ലൈവ് വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ കണ്ടിട്ട് നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അടുത്ത് വീഡിയോ. അപ്പൊ എനിക്ക് 5 കണ്ടിട്ട് ന്യൂട്രൽ ആയിട്ടൊരു കാര്യം പറയാം. ഏവനെങ്കിലും എക്സ്പോസ് ആയാലും ഏവനെങ്കിലും കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്തിട്ടായാലും എനിക്ക് ഇത് കണ്ടിട്ടാണ്. ഈ കാണുന്ന നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് സമയങ്ങളായി. അല്ലാതെ അവിടെ എവിടെയും പോയി കമന്റ് എടുത്തിട്ട് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമും ഡേറ്റും ടോട്ടൽ വേസ്റ്റ് ആണ്. ആൻഡ് ഡോക്ടർ ട്രേക്ക്, നിങ്ങളത് ഒരു സ്കാം വെളിപ്പെടുത്താനാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ് തിങ്, റിയലി ഗുഡ് തിങ്. ബട്ട് എന്റെ വ്യൂ പോയിന്റിൽ നിങ്ങൾ റീച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്, സ്കാം വെളിപ്പെടുത്തുന്നല്ല. റീച്ച്, കണ്ടന്റ്, ഫെയിം, മണി, ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ 100% വിശ്വസിക്കുന്നു. ആൻഡ് അൻവിൻ, നിങ്ങൾ എത്ര കാണിച്ചുകൊണ്ടെന്ന് ഈ എത്ര നാൾ കാണിച്ചുകൊണ്ടെന്ന് ജസ്റ്റ് ഫ്ലെക്സിങ് അല്ലെങ്കിൽ ഫേക്ക് സ്റ്റോറി ഇങ്ങനെ വല്ല ആണെന്നുണ്ടെങ്കിൽ യു ആർ ഫക്ഡ്. 9:45 ലൈവ് വരും. അപ്പൊ അറിയാൻ പറ്റും ആരാരെയാണ് ഊഫിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആരാരാണ് കള്ളം പറയുന്നതെന്നും സത്യം പറയുന്നതെന്നും. സോ കാണുന്ന ഞാനും കേരളത്തിന്റെ മൊത്തം ഓഡിയൻസ് വെയിറ്റിംഗ് ആണ്. സോ വൈൻഡിങ് അപ്പ് ഷാനോ സ്റ്റോക്സ് ഫ്രം ഷാനോ സ്റ്റോക്സ്. സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുമ്പോൾ ഞാൻ മണി അടിച്ച് വെച്ചിട്ടുണ്ട്. ട്രാക്ക് ഒന്നും നിങ്ങളുടെ വീഡിയോ ഞാൻ കാണും, എന്റെ കണ്ടന്റ് ആണ്. അപ്പൊ ശരി, ബൈ. എക്സ്പോസ് ചെയ്യുമ്പോൾ ഫുഡ് എക്സ്പോസ് ചെയ്യുമേ, കോഫി ഇല്ലാത്ത എക്സ്പോസ് ചെയ്യരുതേ. ഡോക്ടർ ബ്രേക്ക്, ഇഫ് യു ആർ
going to expose Anvin or anything. Don't drag any other people who are not involved in this scenario. Okay. ഈഗിളിനെ അൺവാണ്ടഡ് ആയിട്ടാണ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. റീച്ചിന്റെ പേരിലായിട്ട് പുള്ളിക്കാരനായിട്ട് സ്കാം ചെയ്യത്തില്ല എന്നാണ് നമ്മളെ മലയാളികളുടെ ഒരു വിശ്വാസം. അത് ഇതുവരെ പുള്ളി തെറ്റിച്ചിട്ടുമില്ല. സോ റീച്ചിന് വേണ്ടിയാണെങ്കിൽ പോലും പുള്ളിയെ പിടിച്ച് ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്ത് ചുമ്മാ ഉള്ള അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തൊലച്ച് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല ഒരു കാര്യം ആലോചിച്ചാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക. സ്നേഹം പറിക്കട്ടെ, സ്നേഹം മാത്രം പറിക്കട്ടെ, അത് മാത്രമേ നിങ്ങൾ പറിക്കാവൂ. അനാവശ്യമായിട്ട് ഒരാളെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഫ്ലെക്സ് ചെയ്യാൻ പറ്റുന്നു ശ്രമിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ തല്ലും പോലീസിന്റെ അച്ഛനും തല്ലും എന്നുള്ള രീതിയിൽ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ യു ആർ നത്തിങ്. സീരിയസ്ലി യു ആർ നത്തിങ്. യു ആർ നോട്ട് court, judicial or anything. You're nothing. You are just an influencer who doing some random shits and exposing some people from the news you getting from other people's. So you're not an investigator. Your online investigation doesn't giving any of the proof or showing any of the proof. You are just blabbering for new oil. Show the proofs and prove it before the audience. That's what an investigator should do. ഞാൻ എന്തിന് ഇത്ര ഇംഗ്ലീഷ് പറഞ്ഞു? ഡ്രാക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് എനിക്ക് ഈഗോ അടിച്ചത് തന്നെ. അപ്പൊ ശരി ബൈ. രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ ഞാൻ കണ്ടന്റ് കൊണ്ടുവരാം.